ഞെട്ടിച്ച് വീണ്ടും ഒരു ദുരഭിമാന കൊല നടന്നത് കഴിഞ്ഞ ദിവസമാണ്. തിരുപ്പൂർ ജില്ലയിലെ സഹോദരിയെ സഹോദരൻ തലയ്ക്കടിച്ചു കൊന്നതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കോളേജിലെ സഹപാഠിയായ ഇതര ജാതിയിൽപ്പെട്ട യുവാവുമായി പെൺകുട്ടി അടുപ്പത്തിലായതാണ് സഹോദരനെ പ്രകോപിപ്പിച്ചത്. അലമാര ദേഹത്ത് വീണ് പരിക്കേറ്റാണ് പെൺകുട്ടി മരിച്ചതെന്നാണ് കുടുംബം പറഞ്ഞതെങ്കിലും പോലീസ് അന്വേഷണത്തിൽ സത്യാവസ്ഥ പുറത്തുവരികയായിരുന്നു. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്തിന് സമീപമാണ് കോളേജ് വിദ്യാർത്ഥിനിയായ സഹോദരിയെ സഹോദരൻ തലക്കടിച്ചു കൊന്നത്. കോയമ്പത്തൂരിലെ സർക്കാർ കോളേജ് വിദ്യാർത്ഥിനി 22-കാരിയായ വിദ്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സഹോദരൻ ശരവണകുമാറിനെ കാമനായ്ക്കൻപാളയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീടിനകത്ത് വെച്ച് വിദ്യ മരിച്ചത്. അലമാര ദേഹത്ത് വീണ് മരിച്ചെന്നാണ് കുടുംബം അയൽവാസികളോടും ബന്ധുക്കളോടും പറഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കാതെ സമീപത്തെ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. മരണത്തിൽ അസ്വാഭാവികത തോന്നി വിദ്യയുടെ കാമുകൻ വെൺമണി നൽകിയ പരാതിയാണ് സംഭവത്തിന്റെ ചുരുളഴിച്ചത്. വിദ്യയുടെ സഹോദരൻ ശരവണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു. കോളേജിൽ സഹപാഠിയായ വെൺമണിയുമായുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ വിദ്യയോട് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യ തയ്യാറായില്ല. അതിനിടെ വെൺമണിയുടെ രക്ഷിതാക്കൾ വിവാഹാലോചനയുമായി വീട്ടിലെത്തിയത് ശരവണകുമാറിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഞായറാഴ്ച മാതാപിതാക്കൾ ക്ഷേത്രദർശനത്തിന് പോയ സമയം വിദ്യയും ശരവണകുമാറും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഇരുമ്പ് കമ്പി കൊണ്ട് വിദ്യയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. അപകടമരണമാണെന്ന് വരുത്തി തീർക്കുന്നതിനായി അലമാര ദേഹത്തേക്ക് മറിച്ചിട്ടതായും ശരവണകുമാർ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ വിദ്യയുടെ മാതാപിതാക്കളെയും പോലീസ് പ്രതിയേർത്തേക്കും. ന്യൂസ് 18 ചെന്നൈ.